കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കരവാളൂരിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കരവാളൂർ ചൂലാറ്റുവീട്ടിൽ സഹോദരങ്ങളായ കെ യോഹനാൻകുട്ടി, കെ ചാക്കോ എന്നിവരുടെ 1.5 ഏക്കർ വസ്തുവിലെ 350ഓളം വാഴകൾക്ക് നാശം സംഭവിച്ചു. 1.5 ലക്ഷത്തിലേറെ രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായാണ് ഇവർ പറയുന്നത്. ഇന്നലത്തെ കാറ്റത്ത് ഏതാണ്ട് 380ഓളം വാഴകൾ ഞങ്ങൾക്ക് പോയിട്ടുണ്ട്. ബാക്കി മിക്കവാറുള്ള എല്ലാം വാഴ ചാഞ്ഞ് നിൽക്കുക. കഴിഞ്ഞ പ്രാവശ്യം വാഴ കൃഷി ചെയ്തു ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകൻ എന്നുള്ള അവാർഡ് കിട്ടിയത് ഞങ്ങൾക്കായിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവാർഡ് കിട്ടിയതൊഴിച്ച അവാർഡൊന്നും കിട്ടിയിട്ടില്ല. വാഴകൾ കൂടാതെ ചേന, ചേമ്പ്, മരച്ചീനി തുടങ്ങിയ കൃഷിയിനങ്ങൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. 1.25 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് 1.5 ഏക്കർ തരിശുഭൂമിയിൽ ഇവർ കൃഷി ആരംഭിച്ചത്. 2011 വർഷത്തിലെ കരവാളൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് ജേതാവ് കൂടിയായിരുന്നു കെ യോഹനാൻകുട്ടി. വാഴത്തോപ്പിന് സമീപമുള്ള അംഗൻവാടിയുടെ ഷീറ്റുകളും ജനൽ ചില്ലുകളും കാറ്റിൽ തകർന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വനിതാ പ്രവർത്തന കേന്ദ്രമായി അനുവദിച്ച കെട്ടിടത്തിനാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. കരവാളൂർ സ്റ്റേഡിയത്തിന് സമീപം നന്ദു ഭവനിൽ ബാബുവിൻ്റെ വീട്ടിലെ 10ഓളം ഷീറ്റുകൾ കാറ്റിലും മഴയിലും തകർന്നു. ഇവരുടെ ഇലക്ട്രോണിക് ഗൃഹ ഉപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും സംഭവത്തെക്കുറിച്ച് വിലയിരുത്താൻ അധികാരികളോ ജനപ്രതിനിധികളോ ഇവിടെ എത്തിയിട്ടില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ.